ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ ക്ലീനിങ് എളുപ്പമാക്കാനായിട്ട് നമുക്ക് വീട്ടിലെ പല മേഖലകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പേർപ്പസ് ക്ലീനർ, അതെങ്ങനെയാണ് ഉപയോഗിക്കുക അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പേരാണ് wd40. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ മുൻപൊരു വീഡിയോയിൽ 10 ഉപയോഗങ്ങളൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് ചെയ്ത് കാണിച്ചിരുന്നു. ഇന്ന് നമ്മൾ പുതിയതായിട്ട് വേറെ 10 ഉപയോഗങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ചെരുപ്പുകൾ ഈർപ്പം വന്ന് പൂപ്പൽ പോലെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വല്ലാതെ മണ്ണ് പിടിക്കുക, പൊടി പിടിക്കുക, നമ്മുടെ ചെരുപ്പിൻ്റെ ഭംഗി കുറഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക. ഒരു 2-3 മിനിറ്റ്സ് വെച്ച ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഷൂ നല്ല ഭംഗിയായിട്ട് തിളങ്ങും, അതിൻ്റെ പുതുമ നിലനിൽക്കും. അതുപോലെ തന്നെ ഈർപ്പം വരുമ്പോൾ ആ പൂപ്പലും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമുക്കിത് വെച്ച് തുടച്ചിട്ട് ഇത് ഷെൽഫിൽ വെച്ചാലും പ്രശ്നമില്ലാതെ ഈർപ്പോ കാര്യങ്ങളോ വരില്ല. ഞങ്ങളത് ട്രൈ ചെയ്തു, വളരെ എഫക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല ചെരുപ്പുകളൊക്കെ ചിലത് വല്ലപ്പോഴല്ലേ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചെരുപ്പുകൾ ഇത് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്ത് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ വീട്ടിൽ ഗാർഡനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വലിയ പ്ലാന്റ് കട്ടറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വല്ലപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തുരുമ്പൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ടൈറ്റ് ആവും. അപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്തിട്ട് 2 വർഷം നന്നായി സ്പ്രേ ചെയ്ത് കുറച്ച് സമയം വെക്കുക. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇത്തിരി നേരം വെക്കുക. തുടക്കൊന്നും വേണ്ട, അങ്ങനെ വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റൊക്കെ പോയി നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വെയിലൊക്കെ കഴിഞ്ഞ് മഴക്കാലം ആകുമ്പോഴാണ് നമ്മൾ കുടയൊക്കെ എടുക്കാൻ പോവുക. അപ്പോൾ ചിലപ്പോൾ കുടയുടെ ആ ഒരു ബട്ടൺസ് ഇത് ജാമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുക. ആ ഒരു ടൈറ്റും കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളത് നന്നായി തുടച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് തുറന്ന് കിട്ടും. അപ്പോൾ തുടയ്ക്കാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ കൈമ പ്രൊഡക്റ്റ് ആവും. അപ്പോൾ നന്നായി തുടച്ചിട്ട് ഇതുപോലെ ചെയ്താൽ നല്ല രീതിക്ക് കൂടെ ഓപ്പൺ ആയിട്ട് കിട്ടും. മൂന്നാമതായിട്ട് നമ്മുടെ കാർമയുള്ള വൈപ്പർ ബ്ലേഡ്സ്, അത് വെയിലൊക്കെ ഉള്ള സമയത്ത് വളരെ ഡ്രൈനെസ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഈർപ്പം വന്നു കഴിയുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ്സിൽ വൈപ്പ് ചെയ്യുന്നത് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ടവലിലോട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. ചില ഐറ്റംസിൽ പ്രൊഡക്റ്റ് ഡയറക്റ്റ് അടിക്കരുത്, നമ്മൾ തുണിയിലേക്ക് അടിച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ അഴുക്കായാലും മോയ്സ്ചർ ആയാലും എല്ലാം പോയി നല്ല നീറ്റായിട്ട് കിട്ടും. നാലാമതായിട്ട് നമ്മുടെ വീട്ടിൽ പൈപ്പുകൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളിൽ വെള്ളത്തിൻ്റെ കട്ടിയുണ്ട്, ഹാർഡ് വാട്ടറിൻ്റെ ഇതുകൊണ്ട് സ്റ്റെയിൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതൊരു പരിധിയിൽ വിട്ട് കുറേ അധികമായാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുൻപായിട്ട് അത് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് വെച്ച ശേഷം നന്നായി വൈപ്പ് ചെയ്ത് വൃത്തിയാക്കുകയാണെങ്കിൽ ആ പൈപ്പുമ്പോൾ ഉള്ള പാടുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോവും. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഫിറ്റിങ്സും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്താൽ ആ സ്റ്റെയിൻസ് പോകാനും നല്ല സ്മൂത്തായിട്ട് ടേപ്പ് വർക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് അത് കൂടാതെ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റെയിൻ വന്ന് വല്ലാതെ ഇതായ പൈപ്പിൻ്റെ കളർ ഫെയ്ഡായി പിന്നെ നമ്മൾ തുടച്ചാലും അത് അത്രയും പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് സ്പ്രേ ചെയ്തിട്ട് വല്ലപ്പോഴും ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലീനിങ് സമയത്ത് നമ്മുടെ ടൈപ്പുകൾ നല്ല സ്പാർക്കിൾ ചെയ്ത് നല്ല തിളക്കമായിട്ട് ഇരിക്കും. മഴക്കാലം ആകുമ്പോൾ ഡോറുകളൊക്കെ തുറക്കാനായിട്ടൊരു ടൈറ്റും കാര്യങ്ങളും വരും. അങ്ങനത്തെ സമയത്ത് നമ്മൾ അതിന് കുറച്ച് ലൂബ്രിക്കേഷൻ കിട്ടണമെങ്കിൽ, നല്ല സ്മൂത്തായിട്ട് തുറക്കണമെങ്കിലും, അതുപോലെ തന്നെ ഒരു പ്രത്യേക ശബ്ദം വരും വാതിലുകളൊക്കെ തുറക്കുമ്പോൾ. അത് ഏത് ഡോറുകളായാലും അലമാരകളുടെ ആയാലും വാതിലുകളുടെ ആയാലും ഒക്കെ. അപ്പം നമ്മളിതൊന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ അത് അങ്ങനെ വെച്ചാൽ മതി. തുടക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലൊരു സ്മൂത്ത്നെസ് ആ വാതിലിൻ്റെ വിജാഗിരിക്കൊക്കെ കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ടൈറ്റും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അടുത്തതായിട്ട് വേറൊരു പ്രോബ്ലം വരുന്ന ഏരിയയാണ് ഗേറ്റിൻ്റെ ഇതുപോലെയുള്ള വലിയ വലിയ വിജാഗിരികൾ. ഇതും നമ്മൾ സ്പ്രേ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുക. തുടക്കേണ്ട കാര്യമില്ല ഇതിനൊന്നും. വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഗേറ്റ് സ്മൂത്തായിട്ട് ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീടിന് ചെയ്യുന്ന മെയിൻ്റനൻസുകളാണ്. ഇതൊക്കെ സമയമാകുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ലിമിറ്റ് വിട്ടാൽ പിന്നെ അത് വല്ലാതെ ടൈറ്റ് ആവും, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ലോക്കുകളിൽ നമ്മൾ ഇത്തിരി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മഴക്കാലത്ത് അതിൻ്റെ ഉള്ളിൽ ക്ലാവ് പിടിക്കുകയും മോയ്സ്ചർ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പറ്റും. സ്മൂത്തായിട്ട് ലോക്ക് തുറക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബാൽക്കണി റെയിൽസുമുള്ള പാടുകൾ സ്റ്റെയിൻസൊക്കെ മാറ്റാനായിട്ടും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തന്നെ സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പൈപ്പിൻ്റെ കേസ് പറഞ്ഞാൽ അതേ ഇത് തന്നെയാണ്. ഇതുമ്പോൾ വരുന്ന സ്റ്റെയിൻസ് പോവാനും അല്ലെങ്കിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ബാൽക്കണിയിൽ നമ്മൾ മഴ എപ്പോഴും കൊള്ളുന്ന ഏരിയയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം വെള്ളത്തിൻ്റെ പാടുകളും കാര്യങ്ങളും ഇങ്ങനെ സ്ഥിരമായിട്ട് വന്ന് അവിടെ പാടുകൾ വരും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്ലോറിൽ ഇപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റെപ്സിൽ മഴ കൊള്ളുകയാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവും. ആ ഒരു ഭംഗി പോവും ആ ഫ്ലോറിൻ്റെ. അപ്പോൾ ആ ഒരു വൃത്തി വരാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് നന്നായി വൈപ്പ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അതിലുള്ള സ്റ്റെയിൻസ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വാട്ടർ സ്റ്റെയിൻസ് പോകാനായിട്ടും WD-40 നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾക്ക് 10 ഉപയോഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഒരുപാട് ഉപയോഗങ്ങൾ WD-40 വെച്ചിട്ടുണ്ട്. നമ്മളത് ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കുമ്പോഴാണ് നമുക്കത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ബോട്ടിൽ വാങ്ങിയ ഒരുപാട് നാളത്തേക്ക് പല യൂസേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.